മുഖ്യമന്ത്രി കസേരയ്ക്കായിട്ട് അടിപിടി കൂടുന്ന കർണാടക കോൺഗ്രസിലേക്ക് ചോര കുടിക്കാൻ എത്തുന്ന BJP എന്ന ചെന്നായ്ക്ക് കണക്കിന് മറുപടിയുമായിട്ടാണ് DK ശിവകുമാർ എത്തിയത്. ഉപമുഖ്യമന്ത്രിയായിട്ട് തുടരുന്ന DK മുഖ്യമന്ത്രിയാകുമ്പോൾ BJP പുറത്തുനിന്നും പിന്തുണയ്ക്കും എന്നായിരുന്നു BJP മുതിർന്ന നേതാവായ സദാനന്ദ ഗൗഡ നേരിട്ടെത്തി DK ശിവകുമാറിനോട് പറഞ്ഞത്. അടുത്ത വായയിൽ അദ്ദേഹം നല്ല മറുപടിയും കൊടുത്തുവിട്ടു. കെണിയിൽ വീഴാൻ താൻ തയ്യാറല്ല. BJPയും ജനതാദളും തന്റെ കാര്യമോർത്ത് വിഷമിക്കേണ്ട, സ്വന്തം കാര്യം നോക്കിയാൽ മതിയെന്നുമാണ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ DK വ്യക്തമാക്കിയത്. മുഖത്തോട് മുഖം നോക്കി പറയുമ്പോൾ BJP അത് പുറത്തുവിടാൻ മടിക്കുന്നത് കൊണ്ട് നല്ല പൊതുവായിട്ട് ഫേസ്ബുക്കിലൂടെ തന്നെ DK മറുപടി കൊടുത്തു. BJP ചമ്മിനാറി. സത്യത്തിൽ BJPക്ക് ഇരുട്ടടിയാണ് ഉണ്ടാക്കിയത്. കാരണം DK BJP ബന്ധമുണ്ടെന്ന് കാണിക്കാൻ നടത്തിയ പല നാടകത്തിനൊരു കഴുത്തു കൊടുക്കാനായിട്ടായിരുന്നു അവർ ഇപ്പോഴൊരു നാടകം നടത്തിയത്. പക്ഷെ അതിന് നല്ല അസൽ മറുപടിയും കിട്ടി ബോധിച്ചു. ഇതുകൂടാതെ കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലേറി 2.5 വർഷം തികയുമ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പിടിവലികൾക്കിടയിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന് രാഹുൽ ഗാന്ധി അയച്ച സന്ദേശം കൂടി ചർച്ചയാവുകയാണ്. രാഹുലിനെ സന്ദർശിക്കാൻ ആഴ്ചകളായിട്ട് DK നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ കാണുന്നതാണ്. അതിനിടയിൽ ദയവായി കാത്തിരിക്കൂ, ഞാൻ നിങ്ങളെ വിളിക്കാമെന്ന് രാഹുൽ വാട്സപ്പിൽ DKക്ക് ഒരു സന്ദേശം അയച്ചു. അതാണിപ്പോൾ ഏറെ ചർച്ചയാവുന്നത്. നവംബർ 29-ന് ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ശിവകുമാർ. സോണിയാഗാന്ധിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുവാൻ അദ്ദേഹം അനുമതി തേടിയിട്ടുമുണ്ട്. അതേസമയം ഡൽഹിയിൽ രാഹുൽ ഗാന്ധി കർണാടകയിൽ നിന്നുമുള്ള നേതാക്കന്മാരെ പ്രിയങ്ക് ഖാർഗെ, ശരത് ബച്ചേഗൌഡ എന്നിവരുമായി നടത്തിയ ചർച്ചകൾ ഏറെ ശ്രദ്ധ നേടുന്നുണ്ട്. ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിച്ച് മുന്നോട്ടു പോകും എന്നാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് DK പ്രതികരിച്ചത്. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ട് ചില കാര്യങ്ങളിൽ വ്യക്തത വേണമെന്നാണ് ശിവകുമാർ പറയുന്നത്. ഇപ്പോഴത്തെ കർണാടകയിൽ അധികാര തർക്കത്തിൽ ഇടപെട്ട ഹൈക്കമാൻഡും എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രിയെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. അതേസമയം ശിവകുമാർ ഉടൻ മുഖ്യമന്ത്രിയാകുമെന്ന അവകാശവാദവുമായിട്ട് MLA ഇഖ്ബാൽ ഹുസൈനും രംഗത്തെത്തി. 200% മുഖ്യമന്ത്രി കസേര DKക്ക് ഉറപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത്. അണികൾ പൂജ നടത്തിയും തേങ്ങ ഉടച്ചുമാണ് DKയുടെ മുഖ്യമന്ത്രി പദത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 1001 തേങ്ങയാണ് ഘടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ DKക്കായിട്ട് ഉടച്ചത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഹൈക്കമാൻഡ് ഒരുമിച്ച് ഒരു ടീമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം എന്നാണ് മല്ലികാർജുൻ ഖാർഗെ ഒടുവിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി G പരമേശ്വര DK ശിവകുമാറിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയതും വലിയ ശ്രദ്ധ നേടുന്നു. ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയായിട്ട് അംഗീകരിക്കും എന്നാണ് മന്ത്രിയുടെ പ്രസ്താവന. നിലവിൽ മുഖ്യമന്ത്രി പദത്തിനായിട്ട് വലിയ സമ്മർദ്ദമാണ് DK ശിവകുമാർ ചെലുത്തുന്നത്. സമ്മർദ്ദം വിജയിക്കുമെന്ന സാഹചര്യമാണ് നിലവിലെ സംഭവ വികാസങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതോടെ സിദ്ധരാമയ്യ പക്ഷം നിലപാട് കടുപ്പിക്കുകയും തർക്കം രൂക്ഷമാവുന്ന നിലയിലേക്ക് പോകുകയുമാണ്. സിദ്ധരാമയ്യൊപ്പം കൂടുതൽ MLA മാർ നിലയുറപ്പിച്ച സാഹചര്യത്തിൽ സ്ഥാനമൊഴിയാൻ അദ്ദേഹം തയ്യാറാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. MLA മാരുടെ പിന്തുണ സിദ്ധരാമയ്യക്കാണെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ശിവകുമാറിന്റെ ആവശ്യത്തിൽ ആദ്യം ഹൈക്കമാൻഡ് മൗനം പാലിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസിനെ നയിച്ചതും കോൺഗ്രസിന്റെ മുഖമായതും DK ശിവകുമാർ തന്നെയാണ്. എന്നാൽ MLA മാരുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദം ലഭിക്കുകയാണ് ഉണ്ടായത്. രാഹുൽ ഗാന്ധിക്ക് DK ശിവകുമാറിനോടാണ് താല്പര്യമെന്ന കാര്യം സിദ്ധരാമയ്യ പക്ഷത്തിന് ലഭിച്ചിട്ടുണ്ട്. അതും ഏറെ ശ്രദ്ധ നേടുകയാണ്. എന്തായാലും കർണാടകയിൽ ഇനി ആരാണ് മുഖ്യമന്ത്രി എന്ന് നമുക്ക് നോക്കി തന്നെ അറിയണം.